എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള സ്റ്റാളുകളിൽ ആ എക്സ്പീരിയൻസ് കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരു പക്ഷേ ന്യൂക്ലിയർ ആയിരിക്കും. പുതിയ ടെക്നോളജികൾക്കൊപ്പം ഞങ്ങളെപ്പോലെയുള്ള സംരംഭകരെ വഴി നടത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 100%. എങ്ങനെ തോന്നുന്നു, പ്രത്യേകിച്ച് സ്പിയ നേരിട്ട് നടത്തുന്ന ഒരു എക്സിബിഷൻ എന്നുള്ള നിലയ്ക്ക് എങ്ങനെ തോന്നുന്നു ഈ രണ്ടാമത്തെ ദിവസം? എൻ്റെ സ്റ്റാർട്ടിങ് ഒരു സർവീസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈവൻ ഫസ്റ്റ് ടൈമിൽ തന്നെ നമ്മളാണ് ഒരു ചേഞ്ച് ആദ്യം കൊണ്ടുവന്നത്. അപ്പോൾ ഈ ചേഞ്ച് നമ്മൾ കേരള മാർക്കറ്റ് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ കണ്ടിട്ട് നമ്മൾ പുതിയ മോഡൽ UV സെഗ്മെന്റ് മെഷീൻസ്, അതായത് സോൾവെന്റിൽ നിന്ന് UV-യിലേക്ക് മാറുന്ന ഒരു ഇതാണ് കാണുന്നത്. അതിൽ ഇപ്പോൾ കസ്റ്റമേഴ്സ് നമ്മൾ പല സെഗ്മെന്റ്സ് കൊണ്ടുവന്നപ്പോൾ ഒരു പല രീതിയിലും അവരുടെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഓൾ ഇന്ത്യ മാർക്കറ്റിൽ ഇത് റിഫ്ലക്ട് ചെയ്യും. കാരണം സൈനേജിൽ ഫസ്റ്റ് ചേഞ്ച് വരുന്നത് കേരളത്തിലാണ്. കാരണം കേരളത്തിലെ കസ്റ്റമർ അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പര്യാപ്തമാണ് ഓൾറെഡി. കാരണം അവർക്കറിയാം അത് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അവർ പിന്നോട്ട് പോകുന്ന അവർക്ക് വ്യക്തമായ ബോധമുണ്ട്. കാരണം ചില കോപ്പറേറ്റുകളുണ്ട്, മിഡിൽ സെഗ്മെന്റ് കസ്റ്റമേഴ്സ് അങ്ങനെ പലരും ഉണ്ട്. ശരിക്കും നമ്മുടെ ഈ ഒരു പുതിയ ഇന്നോവേഷൻസ് ടെക്നോളജി മാറുന്നതിനനുസരിച്ച് കേരള മാർക്കറ്റ് അതിനനുസരിച്ച് കേരളത്തിലെ സംരംഭകർ മാറുന്നുണ്ട് എന്നാണോ അജീഷേട്ടന് തോന്നുന്നത്? ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്. അത് പതുക്കെ ട്രാൻസിറ്റ് ചെയ്തിട്ട് ബോംബെ, ഡൽഹി അങ്ങനെയാണ് പോകുന്നത്. അതുവരെ ഞാൻ എപ്പോഴും കാണാറുണ്ട് ഒരു വാച്ച് ചെയ്യുന്നൊരു കേസാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു 100 കസ്റ്റമേഴ്സ് എടുത്താൽ ഈ ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു 30-35% കസ്റ്റമേഴ്സ് ആയിരിക്കും. 65% കസ്റ്റമേഴ്സും അത്രയ്ക്ക് ആക്സെപ്റ്റൻസ് വന്നിട്ടില്ല. പക്ഷേ ഈ എക്സിബിഷനോട് കൂടി, കാരണം കേരളത്തിൽ ഇങ്ങനത്തെ എക്സിബിഷൻസ് വരുമ്പോൾ എല്ലാ 100% കസ്റ്റമേഴ്സിനും ഒരു ഓപ്പൺ വിപണിയാണ് ഇത് കാണാൻ. അപ്പോൾ കൂടുതൽ ഇപ്പോൾ 35 എന്നുള്ളത് ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് ഞാൻ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു സ്പിയ എന്ന് പറയുമ്പോൾ സ്വയം ഒരു സംഘടനയാണ്. നമ്മുടെ ഈ അസോസിയേഷൻ ഉണ്ടാക്കുന്നത് തന്നെ എല്ലാവരും സംഘടിപ്പിക്കാനാണ്, അവരുടെ മറ്റു കാര്യങ്ങൾക്കാണ്. പക്ഷെ അതിൽ ഉപരി ഈ പറയുന്ന ഈ പുതിയ ടെക്നോളജികളിലേക്ക് അവരെ വഴി നടത്താൻ സ്പിയ നടത്തുന്ന ഒരു വലിയ അതിനെ ഞാനത് 150% അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ 2 വർഷം മുമ്പാണ് ഇതിൽ ഫസ്റ്റ് ഒരു എക്സിബിഷൻ എന്നൊരു പരിപാടിയായിട്ട് ഞങ്ങൾ വന്നതും. നമ്മുടെ ഫ്രണ്ടാണ് അതിൻ്റെ ഓർഗനൈസർ. അപ്പോൾ പുള്ളി അന്ന് നമ്മളോട് കൺസൾട്ട് ചെയ്തു, അജേഷ് ഇവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും പറഞ്ഞില്ല ഏറ്റവും നല്ലൊരു ഒരു ഐഡിയ തന്നെയാണ് അത്. പക്ഷേ എല്ലാ വർഷം നടത്തണ്ട, 2 years ആണ് ഏറ്റവും ബെറ്റർ ഒരു ഓപ്ഷൻ. പക്ഷെ നിങ്ങൾ അന്നെടുത്ത ഒരു ഉദ്യമം അത് ഒരു 150% അപ്രീഷ്യബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വരുന്ന മിഡിൽ സെഗ്മെന്റ് ആണെങ്കിലും നോർമൽ സെഗ്മെന്റ് ആണെങ്കിലും ഹൈ ലെവൽ കസ്റ്റമേഴ്സ് എല്ലാവർക്കും ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് കിട്ടുന്നത്. അത് ഈ സംഘടന വളരെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ 30% ആളുകളെ ഇതിലേക്ക് വരുന്നുള്ളൂ എന്നുള്ളതിന് നമുക്ക് 100 ആക്കി മാറ്റാൻ പറ്റും. അത് സ്പിയയ്ക്ക് പറ്റും. അത് കാരണം ചിലപ്പോൾ മുന്നേറി വയ്ക്കുന്ന ജയ്സലാണെങ്കിലും നമ്മുടെ ജോസഫ് സാറാണെങ്കിലും അങ്ങനെ ഒരുപാട് വ്യക്തിത്വം ഇതിലുണ്ട്. 100% പറ്റും. അത് എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആണ് അവരുടെ ഓരോ തീരുമാനങ്ങൾ. ഓക്കെ, അപ്പോൾ ടെക്നോളജിക്കൊപ്പം സഞ്ചരിക്കാൻ സ്പിയ എടുക്കുന്ന ഈ ഒരു മുന്നോട്ട് പോക്ക് അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നാണ് അജീഷ് സാറ് പറയുന്നത്. ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകാനൊപ്പം സ്പിയയും ന്യൂക്ലിയർ തമ്മിലുള്ള ഈ ഒരു ബന്ധം എന്നും നിലനിൽക്കട്ടെ. പ്രത്യേകിച്ച് പുതിയ ഇന്നോവേഷൻസിന് കസ്റ്റമേഴ്സിന് ഒരു പുഷ് കൊടുക്കാൻ ഇതുകൊണ്ടൊക്കെ സാധിക്കും. തീർച്ചയായും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.